മോദി എന്ന് പറയുന്ന വിദ്വാനെ ഒരു ചെരുപ്പെടുത്ത് എറിയാനായിട്ട് അവിടുത്തെ ഒരു കൊള്ളാത്ത ചെരുപ്പാണ് എറിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഒരു സാധാരണക്കാരനാണ് ഒരുത്തൻ എറിഞ്ഞിരിക്കുന്നത്. അവൻ അത് എറിഞ്ഞിട്ട് എറിയാൻ ആലോചിക്കാൻ അവന്റെ കുടുംബം, എന്നാൽ ഈ ബുൾഡോസർ വെച്ചിട്ട് വീട് തകർത്തുകൊണ്ടിരിക്കുന്ന ലോകത്താണ് ഇത് നടന്നിരിക്കുന്നതെന്നൊക്കെ ഓർക്കണം. ഇത് ഡിസ്കസ് ചെയ്യാം. ഈ വിഗ്രഹം ഉടഞ്ഞ് തരിപ്പണമായിട്ട് ഇപ്പോഴും BJP ജയിച്ചു എന്ന് തോന്നിക്കുന്ന സ്ഥലത്ത് നിർത്തുന്നത്, ഞാൻ പറയുന്നത് കൃത്രിമം നടത്താതെ ഇത്തവണ BJPക്ക് ജയിക്കാൻ പറ്റത്തില്ല എന്ന് എനിക്ക് അറിയുന്ന ആളാണ്. നമ്മൾ അത്രയും നമുക്ക് നാടിനകത്ത് ആ കർഷക സമരമൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് കാണാം. കർഷക സമരം നടത്തിയതാണ് ഈ എന്താണ് ഇടതുപക്ഷത്തിന്റെ ഇതെങ്കിൽ അതിന്റെ തുടർച്ചയ്ക്കകത്ത് കേരളത്തിൽ നിൽക്കാനുള്ള വിവരം വേണം അവർക്ക്. അത് കഴിഞ്ഞ തവണ അവർക്ക് ഉണ്ടായിട്ടില്ല, ഈ തവണ ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ് നഷ്ടം ഉണ്ടായത്. ആ നഷ്ടം ഉണ്ടായതിനെ പറ്റിയാണ് പറയേണ്ടത്. ഇനിയെങ്കിലും ഈ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് അസംബന്ധം പിടിച്ച രാഷ്ട്രീയം സംസാരിക്കാതെ ദേശീയ രാഷ്ട്രീയത്തിനെ എങ്ങനെയാണ് ഒന്നിച്ചു കൊണ്ടുപോയി അതിനെ ഏത് തരത്തിൽ ഓരോ സ്ഥലത്തും ഈ എലക്ഷൻ മാനിപ്പുലേഷൻ നടത്തിയിരിക്കുന്ന മുഴുവനും കോടതികൾ കേസ് കൊടുത്ത് അത് മുമ്പെടുത്ത് 2 വർഷത്തിനകത്ത് നമുക്കത്, കാരണം ഏത് കോടതിക്കകത്തും ശ്വാസം മുട്ടിയിരുന്ന മജിസ്ട്രേറ്റർമാര് മിണ്ടാൻ തുടങ്ങും. അവർ ഈ കേസുകൾ എടുക്കും. കൊലപാതകത്തിന്റെ പരമ്പര ചെയ്തിട്ടുള്ളതാണ് അവിടുത്തെ എന്താണ് ഇത് ഹോം മിനിസ്റ്റർ. എൻകൗണ്ടർ സാധനമാണ് ഈ എന്താണ് UP ചെയ്തിട്ടുള്ളത്. ഇത് മുഴുവനും ടേക്കപ്പ് ചെയ്യേണ്ട സമയമല്ലേ? ഇതല്ലയോ രാഷ്ട്രീയ ചർച്ച ചെയ്യേണ്ടത്, ഇതല്ലയോ സംസാരിക്കേണ്ടത്. അതിനു പകരം കേരളത്തിനകത്ത് എന്ത് ചർച്ചയാണ് അവന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നാണോ മാനോ ഉണ്ടോ എന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത്ര കഷ്ടമാണ്. നമുക്ക് തന്നെ അപമാനം തോന്നും. ഈ കേരളത്തിനകത്ത് ജനിച്ചു വളർന്ന ഒരുത്തനാണല്ലോ എന്ന് ഓർത്തിട്ട്. അത്ര ദേശീയ രാഷ്ട്രീയം എന്ന് പറയുന്നത് അല്പം പോലും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത. എന്നാ പിന്നെ അവന്മാർ എന്തെങ്കിലും ഇലക്ഷന് നിൽക്കാതെങ്കിലും ഇരിക്കരുതോ? അവന്മാർക്ക് ഇത് ഈ ഇവിടുത്തെ ഇത് ജയിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ കാണരുത്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ മുഴുവനുള്ള മനുഷ്യര് ഈ വിഷയങ്ങളിനകത്ത് ഇടപെടുകയും അവരുടെ ജീവിത പ്രശ്നം ഇത് ഒരിക്കലും മലയാളി അനുഭവിച്ചിട്ടേ ഇല്ല ഈ ശ്വാസം മുട്ടല്. അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള അസംബന്ധം പിടിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതിന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ടെലിവിഷനും അവിടുത്തെ ഒറ്റ ടെലിവിഷനെ അതിനെ ബ്ലോക്ക് അത് ശരിക്കും പറഞ്ഞ ആളുകൾ വ്യൂ ചെയ്യത്തില്ലെന്ന് നിർബന്ധിക്കണമെന്നുള്ള അത്തരത്തിലുള്ള പ്രചാരണങ്ങളാണ് ചെയ്യേണ്ടത്. ഇതൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത്. ഒരു തരത്തില് നമ്മൾ വെറുതെ ഒന്ന് നോക്കിയാൽ മതി എന്താണ് അവർ ദിവസവും അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് LDF, എന്ത് UDF, ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് എന്ത് മീനിങ് ആണ്? അതായത് ഇപ്പൊ ഒരു പ്രാദേശികമായ ഒരു ഇലക്ഷനാണ് നടക്കുന്നെങ്കിൽ എനിക്ക് മനസ്സിലാവും. ഒരു കാര്യമില്ലാത്ത വിഷയത്തിന്റെ മുകളിനകത്ത് ഒന്നിച്ച് നിൽക്കേണ്ട കാലത്ത് ഒന്നിച്ച് നിൽക്കാൻ കഴിയാതായി പോയിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളിനകത്ത് ഒരു മര്യാദയില്ലെന്ന് ഞാൻ പറയും. ദേശീയ രാഷ്ട്രീയത്തിനകത്ത് അവര് പിടിമുറിക്കുക ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും, ഇലക്ഷൻ കമ്മീഷൻ, കോടതികള്, പോലീസ്, NCERT, എന്താണ് ചരിത്ര കൗൺസില്, സിനിമ, FTI, ഇത് നമ്മൾ ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുഴുവൻ എടുത്താൽ ഓട്ടോണമസ് ആയിട്ട് സ്വതന്ത്രമായി നിൽക്കേണ്ട ഇനി സകല മീഡിയ ഇത് മുഴുവൻ തകർത്ത് വെച്ചിരിക്കുന്ന ഈ ഇന്ത്യ തിരിച്ചു പിടിക്കേണ്ട ആവശ്യമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടതും സംസാരിക്കേണ്ടതുമായ കാലത്താണ് ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചക്രത്തി പോരാട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനെ ചർച്ചയ്ക്ക് എടുക്കുക. അയാളൊക്കെ ചർച്ചയ്ക്ക് എടുക്കേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? എത്രയോ നാളായിട്ട് BDS എന്ന് പറയുന്ന ഒരു സാധനം, എന്താണ് അതിന്റെ പേര്, BDJS, ആ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി BJP ആയിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരുത്തന്റെ സ്റ്റേറ്റ്മെന്റ് അല്ലേ? അയാളെ എന്തിനാണ്? എന്നിട്ട് ആ കോന്തനെ തന്നെ എന്താണ് അവിടുത്തെ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ. നമുക്ക് തന്നെ ആലോചിക്കാൻ പറ്റുമോ ഇത് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഇതൊക്കെ ഈ മേഖലകളിനകത്ത് നടക്കേണ്ട ചർച്ചകൾ. ഇത്തരത്തിലുള്ള വിഷയങ്ങളായി നമ്മൾ ഏത് വിഷയമാണ് ഒരു കാലഘട്ടത്തിനകത്ത് എടുത്ത് സംസാരിക്കേണ്ടത്? വടക്കേ ഇന്ത്യ നഷ്ടപ്പെട്ട് നിൽക്കുന്ന BJPയെ ഡിസ്മാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത്, ഇന്ത്യൻ ജനാധിപത്യം തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കേണ്ടത്
അതിനകത്ത് അതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുഴുവൻ ഡെമോക്രറ്റൈസ് ചെയ്യേണ്ടത്. അതിനകത്ത് കടന്നു വന്നിരിക്കുന്ന ആൾക്കാര് അവരുടെ അമിതാധികാര പ്രവണതകളെ നിയന്ത്രിക്കേണ്ടത്, ബില്ലുകൾ ചർച്ച ചെയ്ത് പാസ്സാക്കേണ്ടത്, അതേപോലെ കൈയടിച്ച് പാസ്സാക്കുന്ന രീതി ഒഴിവാക്കേണ്ടത്, ഇത് മുഴുവൻ അവിടുത്തെ സ്പീക്കറായിട്ട് മറ്റൊരാളെ തെരഞ്ഞെടുക്കേണ്ട ആവശ്യങ്ങൾ, ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. ഇതിനുള്ള പ്രഷർ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഡിസ്കഷൻസ് അല്ലേ ഈ ടെലിവിഷനകത്ത് നടത്തേണ്ടത്. അതിന് മണമടിക്കാത്ത കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയനെ പറ്റി ഞാൻ പറയുന്നത്, പിണറായി വിജയൻ കേരളത്തിന്റെ അതിര് തീരുന്ന ഒരാളാണെന്നെങ്കിലും അറിയണ്ടേ. അയാൾ അതിന് പുറത്തു പോകുമായിരുന്നെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് എല്ലാ സ്ഥലത്തും പോയി അയാൾ സംസാരിക്കത്തില്ലേ? അത് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ലാത്ത ആളല്ലേ? അപ്പൊ തന്നെ കാണരുതോ അയാൾക്ക് ഈ കേരളം മാത്രമേ അയക്കുള്ളൂ. ഇന്ത്യൻ രാഷ്ട്രീയം ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇന്ന് അവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ആ നിലവാരത്തിൽ സംസാരിക്കുന്നത്. ഇതൊക്കെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. വിമർശനം വെക്കേണ്ടത് എവിടെയാണെന്നെങ്കിലും അറിയേണ്ടത്. അല്ലാതെ പിണറായി വിജയൻ മോദിയുടെ കൂട്ടാണെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിർണ്ണയിക്കാനൊക്കുന്ന ഒരാളാണോ? മോദിയെ നമ്മൾ വിമർശിക്കുന്നത്, അയാളുടെ അമിതാധികാരത്തിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ കേരളത്തിന് എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്തെ സംസ്ഥാനത്തിൽ പോലും സ്വാധീനമില്ലാതിരിക്കുന്ന ഒരു മനുഷ്യനെ പറ്റി ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. ഇതൊക്കെയാണ് അതിനകത്ത് ഞാൻ പറയുന്നത്. ഇത് വളരെ ബോധപൂർവം ഈ വാങ്ങപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും വാങ്ങപ്പെട്ട മീഡിയ ആൾക്കാരും മാത്രം നടത്തുന്നതാണ്. അതിനകത്ത് പെടാതിരിക്കാനുള്ള യുക്തിയെങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയ ബോധമുള്ള മനുഷ്യരായ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ആദ്യം എടുക്കുമ്പം നമ്മൾ സംസാരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രീയമാണ് നമ്മൾ സംസാരിക്കേണ്ടത്. കാരണം അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന യാഥാർത്ഥ്യം ഇല്ലാതാകാൻ എല്ലാ സാധ്യതയും ഉണ്ടായിരുന്ന ഇലക്ഷനാണിത്. ജനാധിപത്യത്തിന്റെ മണമില്ലാതെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് നമുക്ക് അറിയാവുന്ന ഒരു സ്ഥലമല്ലേ. അങ്ങനെ അറിയുമ്പോഴും ഇവർ രണ്ടുപേരും കൂടെ പിരിഞ്ഞു നിന്നു എന്നുള്ള കാര്യം നമ്മൾ മറക്കേണ്ട കാര്യമുണ്ടോ? കാരണം അവർക്ക് വിലയില്ലെന്നാ ഞാൻ പറയുന്നത്. അവർക്കതിന് വിലയില്ല. അല്ലെന്നുണ്ടെങ്കിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് നിൽക്കും. കേരള രാഷ്ട്രീയം പുത്തൻ ദിശയിൽ മാറത്തില്ലേ?